ഹലോ, ഇന്ന് എൻ്റെ ഒരു ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്ന ഒരു കുറച്ച് ലെങ്തി വീഡിയോ ആണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയാണ്. ബ്രഞ്ച് കഴിക്കാന്ന് പറഞ്ഞാൽ മിക്കവാറും സൺഡേയ്സാണ് ബ്രഞ്ച് കഴിക്കാൻ പോകുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മളെ കുറച്ച് ഫ്രണ്ട്സും കൂടെയാണ് പോകുന്നത്. സൺഡേ എല്ലാവരും എഴുന്നേൽക്കാൻ ലേറ്റ് ആവുമല്ലോ. എല്ലാവരുടെ കാര്യം അറിയില്ലെങ്കിലും ഞങ്ങൾ എന്തായാലും ലേറ്റായി. അപ്പോൾ ലഞ്ചിനും സമയമില്ല, ബ്രേക്ക്ഫാസ്റ്റിനും സമയമില്ലാത്തതുകൊണ്ട് നമ്മളൊരു ബ്രഞ്ചിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ബ്രഞ്ചിന് പോകാൻ വെച്ചാൽ ഇവിടുത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും അല്ല കേട്ടോ. നമ്മളെ നാട്ടിലെ വടയും ചായയും ഇഡ്ഡലിയും സാമ്പാറും ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അത് കഴിക്കുമ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് അത്രത്തോളം കിട്ടുള്ളൂ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്നാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ആ സ്ഥലത്തേക്ക്, നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 2 മണിക്കൂർ യാത്രയുണ്ട് ആ സ്ഥലത്തേക്ക് പോകാൻ. ഒരു ബൊഫെ ടൈപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഇത്രയും ദൂരത്തുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്ത് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത്. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തി. അവിടെ പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും നമ്മൾ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പാർക്കിംഗ് ഫീയും നമ്മൾ അപ്പോൾ തന്നെ അവിടെ കാണുന്ന ഒരു ഇതിൽ കൊടുക്കണം. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഒരാൾ കൂടി ഉണ്ട്. ഒരാൾ പക്ഷേ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളും ഫാമിലീസും കൂടെ പോയി അന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു രസമല്ലേ അങ്ങനെ പോകുന്നത് സൺഡേ ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രജനീകാന്തിൻ്റെ ഒരു പിക്ചർ, ഒരു പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു അത് കണ്ടത്. വർക്കിംഗ് ക്ലാസ് ഹീറോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതെടുത്ത്. നന്നായി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു പെയിൻറ്റിങ് ആയിരുന്നു അത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ബൊഫെ ഐറ്റംസ് ഒന്നും ഞാനവിടെ കണ്ടില്ല. ചമ്മന്തികളും ഊത്തപ്പം, ഉപ്മാവ്, കേസരി, പൂരി, സബ്ജി, സാമ്പാർ, വട, ഇതൊക്കെയാണ് കണ്ടുള്ളൂ. പിന്നെ അവിടെ അപ്പുറത്ത് കുറച്ച് ഇതിൽ ചായയുണ്ട്. ചായ വളരെ ചെറിയൊരു ഗ്ലാസ്സിലാട്ടോ തരുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം ആ ഗ്ലാസിൻ്റെ വലിപ്പം കണ്ടില്ലേ. എല്ലാവരുടെ ടേബിളുമ്മിലും ഒരു ചെറിയ ഗ്ലാസ് ഉണ്ട്. അതിലേ ഉള്ളൂ ചായ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എത്ര വേണമെങ്കിലും എടുത്ത് കൂട്ടിക്കാം. അപ്പോൾ ഇഡ്ഡലി, വട, ചട്നി, സാമ്പാർ, ഉപ്മാവ്, ഞാൻ ഇത്രയാണ് എടുത്തത്. ദോശയൊക്കെ നമുക്ക് അപ്പോൾ അവർ കൊണ്ടുതരും. പൂരി നമ്മൾ നേരത്തെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അവർ പിന്നെയും അത് നിറച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ കഴിച്ചു. ഇഡ്ഡലിയും സാമ്പാറൊന്നും കുഴപ്പമില്ല. ഉപ്മാവ് ഞാൻ വിചാരിച്ച അത്ര ഒരു രസം വന്നിട്ടില്ല. ശരിക്കും നമ്മളെ നാട്ടിലെ ഉപ്മാവ് പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അത് കുറച്ചൊരു തമിഴ് ടച്ച് ഉണ്ട് അതിൽ. നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ടൈപ്പിലേക്ക് വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ഒന്നും കിട്ടാണ്ടിരിക്കുമ്പം കുറച്ച് ഉപ്മാവൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് നല്ലതല്ലേ, നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് വേറൊക്കെ ഫുള്ളായിട്ട് നമ്മളിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ അടുത്തൊരു ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഫ്രൂട്ട് മാർക്കറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ച് ഒന്ന് എന്താ പറയുക, വേറെ ഫുള്ളായതിൻ്റെ ആ ഒരു ക്ഷീണം കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് അവിടെ എത്തി. അപ്പം അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലം, ലൈം, ചെറുനാരങ്ങ, വാട്ടർമെലൻ്റെ പല വെറൈറ്റികളാണെന്ന് തോന്നി കാണുന്നത്. എനിക്കത് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അപ്പോൾ പൈനാപ്പിൾ, മാംഗോസ്, ഗ്രേപ്സ് ഒക്കെ. മാങ്ങയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആട്ടോ. നമ്മളവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങയും പ്ലമ്മൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പം ഇതൊരു തരം പേരൊക്കെയാണ്. നമ്മളെ തായ്ലാൻഡിൻ്റെയും ഇന്ത്യേൻ്റെയും ആ ഒരു ടൈപ്പ് പേരൊക്കെ, അത് രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു മഞ്ഞ കളറ് ഒരു വെറൈറ്റി. പിന്നെ റാസ്ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി, ഇതൊക്കെ നല്ല എന്താ പറയുക, നല്ല ഫ്രഷ് ആയത് കാണുമ്പോൾ നിനക്ക് അടിച്ച് തിന്നാൻ തോന്നും. ഇത് നമ്മൾ ആ പെരിസ്മൺ എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഇത് ലിച്ചി. പെരിസ്മണൊക്കെ ഇപ്പം അധികം നല്ല അടിപൊളിയായിട്ട് കാണാനുണ്ട് നാട്ടിലൊക്കെ. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം തന്നെ ഒരുപാട് ലേറ്റായി. അപ്പം എല്ലാവർക്കും ഈ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.